എല്ലായിടത്തും പോയി ഇഷ്ടമാണ്. മുസ്ലിം പള്ളി കേട്ടത്തില്ല വേറെ അല്ലെങ്കിൽ അവിടെ കൂടെ പോയി പോയേനെ. ഇങ്ങനത്തെ ആഗ്രഹങ്ങളായിട്ട് മുന്നോട്ട് പോയപ്പോഴൊക്കെ നമ്മളെ പിടിച്ചിരുത്താൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ഒരുപാട് തിരസ്കാരങ്ങൾ നമ്മളെ റിജക്റ്റ് ചെയ്യുക പിന്നെ ഇല്ല എന്ത് ഇതൊക്കെ എന്നെ പറ്റി അറിഞ്ഞു വെച്ചിട്ട് ചോദിക്കുന്നതാണ് ഇത് ഇതൊക്കെ ഇവിടെ ഞാൻ പിന്നെ എന്നെ റിജക്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ അതെങ്ങനെയാണ് ഇത്രയും വളരെ സോഫ്റ്റ് ആയിട്ടുള്ള അങ്ങനത്തെ സിറ്റുവേഷനൊക്കെ? ഞാൻ ചേച്ചി ഇപ്പൊ കുറച്ചെങ്കിലും ബോൾഡ് ആയത് എന്താന്ന് വെച്ചാൽ ഇപ്പം ഈ സ്റ്റാർ മാജിക് എന്ന് പറഞ്ഞ തമാർപ്പട എന്ന് പറഞ്ഞ പ്രോഗ്രാം വന്നതിന് ശേഷം. അതിന് മുന്നേ എന്ന് പറഞ്ഞു കഴിഞ്ഞാലും ഞാൻ ഇതുപോലെ ഭയങ്കര കരയുന്ന ആളൊക്കെ തന്നെയാണ്. ഞാൻ എന്ന് പറഞ്ഞാൽ ഞാൻ അഭിനയിക്കുന്ന സമയത്ത് ആരാണെന്നൊന്നും ഞാൻ പറയില്ല, ഒരാള് ഈ ഇൻഡസ്ട്രിയിൽ ഞാൻ 11 വർഷമേ വന്നിട്ടുള്ളൂ. 1-2 പേര് മാത്രം മോശമായിട്ടൊക്കെ ചെറിയ രീതിയിലൊക്കെ സംസാരിച്ചിട്ടുള്ളൂ. അത് കൊടുക്കേണ്ട രീതിയിൽ ഞാൻ കൊടുത്തിട്ടുമുണ്ട്. ഒരാൾ എന്നെ കഥ എഴുതാൻ വിളിച്ചു, കൂടെ ഇരുന്ന് കഥ എഴുതുമെന്ന്. ഭയങ്കര വലിയ കാര്യമില്ല ഒരാൾക്ക് കഥ എഴുതുമ്പോൾ കൂടെ ഇരിക്കുക എന്നുള്ളത്. ആ സമയത്ത് ഞാൻ അങ്ങനെ ചിന്തിക്കുന്നുള്ളൂ. ഞാൻ പറഞ്ഞു ആ ശരി സാർ ഞാൻ വരാം. പക്ഷെ പുള്ളി വേറെ രീതിക്കാണ് ചിന്തിക്കുന്നത്, മനസ്സിലായി. അപ്പോൾ ലൗഡ് സ്പീക്കർ ഇട്ട് അച്ഛൻ നമ്മുടെ മുന്നിൽ ഇരുന്ന് സംസാരിച്ചപ്പോഴാണ് അവർ പറയുന്നത് അതാണ് ഉദ്ദേശം, നിനക്ക് അറിയാത്തതുകൊണ്ടാന്ന് പറഞ്ഞ് വിളിച്ച് വഴക്ക് കൊടുത്തു. പിന്നെ അറിയുന്നത് ആ പുള്ളി ആ ഒരു ചാനലിൻ്റെ ഹെഡായി മാറിയെന്ന്. പിന്നെ ആ ചാനലിൽ വരുന്ന സീരിയലെല്ലാം പുള്ളി എന്നെ അങ്ങ് റിജക്റ്റ് ചെയ്ത് വിടുക ചേച്ചി. പിന്നെയാണ് അറിയുന്നത് വിളിക്കുന്ന ആ കൺട്രോളർ പറയുന്നത്, സ്നേഹം കൊണ്ട് പറയുന്നത്, പിന്നെ പറയുന്നത് ഇന്ന ആളാണ് പറഞ്ഞ് അനുവിനെ മാറ്റിച്ചെന്ന്. ഞാനുണ്ടല്ലോ, ഞാൻ ഈ സീരിയലിൽ കയറാൻ വേണ്ടിയിട്ടൊക്കെ ഒരുപാട് നായകൻ്റെ അനിയത്തിയാണ് കൂടുതലും ചെയ്തിട്ടുള്ളത്. ആ സമയത്തൊക്കെ ഞാൻ എൻ്റെ കുറേ കോസ്റ്റ്യൂമൊക്കെ എടുത്ത് ഡ്രസ്സൊക്കെ എടുത്ത് വെച്ച് തുണിയെടുത്ത് സ്റ്റിച്ച് ചെയ്ത് എല്ലാം വെച്ചിട്ട് പൊട്ടിക്കെട്ടി എല്ലാം റെഡി ആയിട്ട് വയ്ക്കുമ്പോഴാണ് പറയണത് വിളിക്കുന്നില്ല ഷൂട്ടിന് വേണ്ടി. അപ്പോഴാണ് പറയുന്നത് അത് ചാനലിൽ നിന്ന് പറഞ്ഞു അനുവിന് ഹൈറ്റ് കുറവാണ്. ഹൈറ്റിൻ്റെ പ്രശ്നത്തിൽ പോയിട്ടുണ്ട് കേട്ടോ. ഹൈറ്റ് കുറവാണ്, അനുവിനെ റിജക്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞു. അങ്ങനെ കുറേ ഈ ഒരു വ്യക്തി കാരണം എൻ്റെ കുറേ വേഷങ്ങൾ പോയി. സാരമില്ല, അതിനെ കഴിഞ്ഞ് നന്നായിട്ട് വേഷങ്ങൾ ചെയ്തു. അങ്ങനെ ആ വ്യക്തി ഇടയ്ക്ക് ഞാൻ കണ്ടു, എന്നിട്ട് മിണ്ടിയില്ല. ഞാൻ ചിരിച്ച് ആ സാറിന്ന് ഞാൻ വേറെ ഉദ്ദേശത്തിലൊന്നുമില്ല. ഞാൻ അന്ന് ഇത്രയും വർഷത്തിന് ശേഷം അദ്ദേഹത്തിനെ കണ്ടിട്ട് ആ സാർ മിണ്ടിയിട്ടില്ല ചേച്ചി, ഇങ്ങനെ പോകുന്നു. അപ്പൊ നിനക്ക് എങ്ങനെയാ അനുവിന് അദ്ദേഹത്തിന്റെ അടുത്ത് ചിരിക്കാൻ തോന്നുന്നത്? ചേച്ചി നമ്മൾ എന്തിനാ ചേച്ചി അത് നമ്മളത് കളഞ്ഞില്ല. ചിലപ്പോൾ അയാളുടെ ആ ഒരു സമയത്ത് തോന്നിയതായിരിക്കാം. നമ്മൾ കുറ്റം പറഞ്ഞിട്ട് കാര്യം നമ്മൾ മനസ്സിലാ ദേഷ്യം വെക്കണോ? നമ്മളെന്തിനാ അതവിടെ കാണിക്കുന്നത്? ഒന്നല്ലെങ്കിൽ നമുക്ക് കുറച്ച് സീനൊക്കെ എഴുതി തന്നൊരു മനുഷ്യനല്ലേ. കുറേ എപ്പിസോഡ് അദ്ദേഹം കാരണം നമ്മൾ ചോറുണ്ടില്ലേ. അതുകൊണ്ട് നമ്മൾ അദ്ദേഹത്തിന് എന്താ ദേഷ്യം കാണിക്കുന്നത്? അതുകൊണ്ട് ഇത്രയും വർഷമായില്ലേ. അപ്പോൾ പുള്ളിക്കാരനെ കണ്ടപ്പം പുള്ളിക്കാരൻ എന്നെ മൈൻഡ് ചെയ്യാണ്ട് എനിക്കത് വിഷമായി. ഞാൻ പറയുകയും ചെയ്തു ഇതെന്നെ കണ്ടിട്ട് മൈൻഡ് ചെയ്യാത്തത് പാട്ട്. ഞാൻ ഇപ്പം ആലോചിച്ചപ്പോൾ അയാൾ എന്താ ഞാൻ ഇപ്പോഴും അതിനുശേഷം പിന്നെ ചിന്തിച്ചില്ല എന്തുകൊണ്ട് പുള്ളി എന്നെ കണ്ടിട്ട് മൈൻഡ് ചെയ്തില്ല. പിന്നെ വേറെ കുറേ കാര്യങ്ങൾ നമ്മൾ മനസ്സിൽ കിടക്കണമല്ലോ സന്തോഷമുള്ളത്, അതോടും അങ്ങ് പോയി. അപ്പം ഇനിയും പുള്ളിനെ കണ്ടാനും മിണ്ടാൻ പോവോ? ചിരിക്കും. നമ്മളെന്തിനാ ചിരിക്കാതിരിക്കണം? ചിരിക്കും. ആ സാർ ഇങ്ങനെ ചിരിക്കണോ ചിരിക്കണ്ടേ എന്നുള്ളത് അദ്ദേഹത്തിന് ഇഷ്ടമാണ്. വേണമെങ്കിൽ കാണിക്കട്ടെ, നമ്മുടെ ഭാഗം നോക്കി നിന്നാ പോരെ. അത്രയൊക്കെ. ഇനി അനുവിൻ്റെ ഇപ്പോഴത്തെ വലിയ സ്വപ്നങ്ങൾ എന്തൊക്കെയാ? അങ്ങനെ വലിയ സ്വപ്നങ്ങളൊന്നുമില്ല. ഒരൊറ്റ സ്വപ്നമുണ്ട്, സിനിമ ചെയ്യണമെന്ന് ഭയങ്കര ആഗ്രഹമാണ്. നല്ല സിനിമ ചെയ്യണം, നല്ല ക്യാരക്ടർ ചെയ്യണം, നല്ലൊരു നടൻ്റെ കൂടെ അഭിനയിക്കണം. ചെറിയ ക്യാരക്ടറാണെങ്കിൽ കുഴപ്പമില്ല, പക്ഷെ നല്ലൊരു ആ ക്യാരക്ടർ നല്ലതായിരിക്കണം. നന്നായിട്ട് ചെയ്യാൻ പറ്റുന്ന പെർഫോമൻസ് ചെയ്യാൻ പറ്റുന്ന ഒരു ക്യാരക്ടറാണ്. ഒറ്റ സീനാണെങ്കിലും കുഴപ്പമില്ല, ചെയ്യാൻ പറ്റണം. എന്നിട്ട് എൻ്റെ അച്ഛനമ്മയും ഒക്കെ കൊണ്ടിരുത്തിയിട്ട് തിയേറ്ററിലിരുന്ന് അവരൊക്കെ കൂടി ഇരുന്ന് ആ സിനിമ കാണണം. അതാണ് എൻ്റെ ഏറ്റവും വലിയ സ്വപ്നം. അപ്പം അനു പറഞ്ഞു പൊക്കമില്ലാതെ അനുവിന് പല അവസരങ്ങളും നഷ്ടപ്പെട്ടിട്ടുണ്ട്. ഇന്നിപ്പം നമ്മുടെയൊക്കെ അറിയാം പൊക്കമില്ലെങ്കിലും ക്യാമറ ടെക്നിക്സ് വെച്ചിട്ടൊക്കെ ഓരോ ആംഗിളിൽ നിന്നൊക്കെ ഫോട്ടോ അങ്ങനെയൊക്കെ ഓരോന്നും ചെയ്യുന്നുണ്ടല്ലോ. പിന്നെ നല്ല ഹീൽസ് ഇടുക, ചിലരൊക്കെ ചില സീൻസിലൊക്കെ എനിക്കറിയാം പൊക്കമില്ലെങ്കിൽ പോലും സ്റ്റൂൾ ഇട്ടിട്ടാണ് ചില സീനിലൊക്കെ ചെയ്യുന്നത്. ഹൈറ്റ് ഉള്ള ഹീറോ ഉണ്ടാവും. അപ്പം ചിലപ്പം അവിടെയൊക്കെ എത്രയോ നേരമുണ്ട് നമ്മുടെ ഈ നായകന്മാർക്ക് പൊക്കം കുറവാണെങ്കിൽ ഇങ്ങനെ സ്റ്റൂളൊക്കെ വെച്ചിട്ട് ചില സീൻസ് ഒക്കെ എല്ലാം ചെയ്തിട്ടുണ്ട്. ഇപ്പം ഹൈറ്റിന്റെ പ്രശ്നത്തിലല്ല കാര്യം, നന്നായിട്ട് പെർഫോമൻസ് ചെയ്യാന്നുള്ളതാണ് കാര്യം. പണ്ട് ഇൻഡസ്ട്രിയിൽ വന്ന സമയത്ത് ഹൈറ്റിന്റെ പ്രശ്നത്തിൽ ഒരുപാട് പേര് എന്നെ കളിയാക്കിയിട്ടുണ്ട്. ഇപ്പോഴും കളിയാക്കുന്നവരുണ്ട്, ഞാൻ മൈൻഡ് ചെയ്യാറില്ല. പക്ഷെ പണ്ട് എന്നെ ഒരുപാട് പേര് കളിയാക്കിയിട്ടുണ്ട്. ഹൈറ്റ് കുറവാണ്, അതാണ്, കുള്ളത്തിയാണ്, ഗുണ്ടാണ്, അതാണ്. അപ്പോഴേ ഞാൻ കുറേ കരഞ്ഞിട്ടുണ്ട്. ഞാൻ ഏറ്റവും നല്ല ഹീലിട്ട് ഒക്കെ ഞാൻ പോയി എല്ലാ കടകളിലും പോയി അന്വേഷിച്ച് കണ്ടുപിടിച്ചൊക്കെയാണ് ഞാൻ നിന്ന് അഭിനയിച്ചിട്ടുള്ളത്. ഒത്തിരി പേര് എന്നെ റിജക്റ്റ് ചെയ്തിട്ടുണ്ട് ഹൈറ്റിൻ്റെ പേരിലൊക്കെ പറഞ്ഞ്. ഞാൻ കുറേ കരഞ്ഞിട്ടുമുണ്ട് ആ കാര്യത്തിലൊക്കെ. പക്ഷേ
ഇപ്പം ഞാൻ മനസ്സിലാക്കുന്ന ഒരു കാര്യമാണ്, ഹൈറ്റോ കളറോ ഒന്നുമല്ല കാര്യം, നമ്മുടെ പെർഫോമൻസിലാണ് കാര്യം.